എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 8 of cups, Knight of cups, 3 of wands, 4 of cups, 8 of swords, moon card. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് 8 of cups and 8 of swords എനർജിയാണ്. ഈ ഒരു മാസം പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയുമല്ലോ, നമ്മൾ മോക്ഷം കിട്ടിയെന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി കളയുന്നു. നമ്മൾ ചില ഹിന്ദു മതാചാര പ്രകാരം പറയുകയാണെങ്കിൽ ഗംഗയിൽ പോയി കുളിച്ച് പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞു എന്ന് പറയുന്ന പോലത്തെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു തോന്നൽ, അങ്ങനെ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. പഴയ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പഴയതെല്ലാം പലതും മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളിനി മറ്റുള്ളവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇത് രണ്ട് കാര്യത്തിലാണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. അതായത് പലപ്പോഴും നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ കാലത്തിൽ ജീവിക്കുന്നു. അതായത് അവരിത് ചെയ്തതോ നിങ്ങൾ അവരോടത് ചെയ്തതോ എന്നൊക്കെ ആലോചിച്ച് ജീവിതം പാഴാക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്റ്റക്കാണ്. നിങ്ങളുടെ പഴമയിൽ ഭൂതകാലത്തിലാണ് നിങ്ങളിപ്പോഴും സ്റ്റക്കായിട്ട് ജീവിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ ഭൂതകാലത്തിലല്ല. ഈ ഒരു മാസം നിങ്ങൾക്കൊരു ഐ ഓപ്പണർ, അതായത് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു മാസം എന്ന് പറയാം എല്ലാ അർത്ഥത്തിലും. കാരണം നമ്മൾ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ധനം സമ്പാദിക്കുക, നല്ല ജോലി, നല്ല സാഹചര്യം, കുടുംബം, എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു പശ്ചാത്താപം, ഒരു ഗിൽറ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മളെന്തോ തെറ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ, ഇതൊക്കെ മാറി കഴിഞ്ഞത് കഴിഞ്ഞു. എന്തായാലും ചെയ്തത് ആരായാലും എല്ലാവരും മനുഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മനുഷ്യരാണ്, ആരും ദൈവമല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നതും, അതേപോലെ തന്നെ നിങ്ങളുടെ ആത്മാവിനെ കുറച്ചുകൂടി നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ഹെൽപ്ലെസ് ആണ്, നിസ്സഹായരാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞ കാലത്തിലെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ വിട്ടുകളയുക. അത് പഴയ കഥയാണ്, അത് കഴിഞ്ഞു പോയ കഥയാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിൽ, അതായത് പഴയതിലെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ലോ വൈബായിരിക്കും. അതൊരു നെഗറ്റീവ് എനർജിയാണ്. അത് ശരിയായിട്ടുള്ളൊരു ഊർജ്ജമല്ല. പോസിറ്റീവ് ഊർജ്ജത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾക്കെല്ലാം ക്ഷമയൊക്കെ നിങ്ങൾക്ക് തന്നെ ക്ഷമിച്ച്, മറ്റുള്ളവരോട് ക്ഷമിച്ച് ആ ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതം നിങ്ങൾ ശരിക്കും തുടങ്ങുകയാണെന്ന് പറയാം. ഏത് പ്രായത്തിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിലും, നിങ്ങളിനി 65 വയസ്സിന് മേലെ ഉള്ളവർ, 90 വയസ്സായ ഒരാളാണെങ്കിലും, 25 വയസ്സുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിലാണ് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളൊരു സമാധാനവും സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം, അതിലേക്ക് നിങ്ങൾ വരികയാണ് ചെയ്യുന്നത്. ഈ സമാധാനം, സ്വസ്ഥം എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ളത് ചിലപ്പോൾ അതായത് സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നിങ്ങൾക്കുണ്ടാവാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ചിലപ്പോൾ മക്കളുടെ കാര്യം ആലോചിച്ചിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടാവാം. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷമാണ്. അതായത് എല്ലാ മനുഷ്യർക്കും ഒരു പരിധി വരെ എത്ര ഉയർച്ചയിൽ സാമ്പത്തികം ഉണ്ടെങ്കിലും നമ്മൾ ഉയരും തോറും ഉയർച്ചയിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങുന്നു, സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് ഉയരുമ്പോൾ. അപ്പോൾ എത്ര സാമ്പത്തികമുള്ള വ്യക്തിയാണെങ്കിലും അതിനേക്കാൾ മുകളിലുള്ള എന്തോ ഒന്ന് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ കൂടുതലുള്ളവരാണെങ്കിൽ അതിലും കൂടുതലുള്ളത് വീണ്ടും വാങ്ങിക്കാൻ, അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് അവിടെയും നിങ്ങൾക്ക് അത്രയും സമ്പത്തില്ല എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഉയരുംതോറും വീണ്ടും സമ്പാദിക്കാൻ തോന്നുന്ന സാഹചര്യമാണ് നിങ്ങളിവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങൾ ഒരു മിതമായിട്ടുള്ള ജീവിതമാണ്. അപ്പോൾ ആ ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു ഒരു കണ്ടെന്റ്മെൻ്റ് ആണ്, സംതൃപ്തി ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകുന്ന ഒരു മാസമാണ്. പഴയത് വിട്ടുകളയാൻ, വേണ്ടാത്തതൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാണ്. വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത ആളുകൾ, വേണ്ടാത്ത സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് കപ്സ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്ന പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ തേടി അലഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു മാസം ജീവിതത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരാണ് എങ്കിൽ, നിങ്ങൾ വിവാഹ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതിനെ നിങ്ങൾ തേടുന്നു എങ്കിൽ നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയിലെ നന്മയും ആ വ്യക്തി നിങ്ങളോടുള്ള പെരുമാറ്റത്തിലും നന്മ കണ്ടെത്തുക, തിരിച്ച് ആ വ്യക്തിയോട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് ഊർജ്ജത്തോടു കൂടി പെരുമാറുമ്പോൾ ആ വ്യക്തിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തൃപ്തികരമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകുന്നു. അതുപോലെ നിങ്ങളൊരു ജോലിയാണ്, ആ ജോലിയിൽ എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ഒരു വരുമാനം പറ്റുന്നില്ല എന്ന് തോന്നുന്നതിൽ നിന്ന് നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ കുറയ്ക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം എന്നുള്ള രീതിയിലല്ല, അതൊക്കെ നിങ്ങൾക്ക് ശരിക്കും ആവശ്യം അല്ലെങ്കിൽ അനിവാര്യമാണോ എന്നുള്ളത് നോക്കാൻ തുടങ്ങുന്നുണ്ട്. അനിവാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഐഫോൺ എല്ലാവരുടെയും കാര്യമല്ല. ഇപ്പോൾ സാധാരണ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ഒരാൾ ഐഫോണിലേക്ക് മാറുമ്പോൾ എത്ര വലിയൊരു ചിലവാണ് വരുന്നത് എന്ന് ചിന്തിക്കുക. അപ്പോൾ അതിൻ്റെ EMI കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിൽ വൈകുന്നേരം ഇപ്പോൾ കഞ്ഞിയും പയറും അല്ലെങ്കിൽ കഞ്ഞിയും ചമ്മന്തിയാണ് കഴിക്കുന്നത് എങ്കിൽ പല പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് മാറ്റാം. അതേപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെയും നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു പോകാമെന്നിടത്ത് നടന്നു പോകുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുമ്പോൾ അത് എത്രത്തോളം വലിയ വലിയ രീതിയിൽ നമ്മളെ സഹായിക്കുന്നു സാമ്പത്തികമായിട്ട്. അത് സാമ്പത്തികമായിട്ട് പുറകിലാണെന്ന് ചിന്തിക്കുന്നവരെ കുറിച്ചിട്ടാണ് പറയുന്നത്, എല്ലാവരെയും കുറിച്ചിട്ടല്ല. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണോ പിഴവ് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ തൃപ്തരല്ലാത്തത്, അത് എനിക്ക് ഇനിയും വേണമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവിടെ എന്തൊക്കെ കൺട്രോൾ ചെയ്താൽ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ അവിടെ തൃപ്തികരമായിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് മൂൺ കാർഡാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളും, ചില ആളുകൾ പലതും മറന്നേക്ക് പുറത്ത് വരുന്ന സമയമാണ്. അതായത് വ്യക്തമല്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ മാറുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ചില തേർഡ് പാർട്ടീസ് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയല്ല. നിങ്ങളുടെ പങ്കാളിയെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ അച്ഛനമ്മമാർ, നിങ്ങളുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള പല ബന്ധങ്ങളിലുള്ള തെറ്റിദ്ധാരണകൾ മാറുന്നു, പല രഹസ്യങ്ങളും മറന്നേക്ക് പുറത്തു വരുന്നു. ഇങ്ങനെയൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 3 ഓഫ് ഫോൺസ് ആൻഡ് 8 ഓഫ് സോർഡ്സ് എനർജിയാണ്. ഇത് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ പറയുകയാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജോലിയിൽ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. സോഷ്യൽ സർവീസസ് ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ കൈയച്ചു സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് എത്തുന്നുണ്ട്. വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ സംതൃപ്തി ജീവിതത്തിലേക്ക് നേടുന്നുണ്ട്. കരിയറിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. അവസരങ്ങൾ വരുന്നുണ്ട്. സയൻസ്, ബയോളജി, കെമിസ്ട്രി, ഫാർമസി ഫീൽഡിൽ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ, ബയോടെക്നോളജി, അതേപോലെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ്, കമ്പ്യൂട്ടേഴ്സ്, അതുപോലത്തെ എൻജിനീയറിങ്, ഇങ്ങനെയുള്ള മേഖലകളിൽ വളരെയധികം സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. പിന്നെ ബിസിനസ് സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു ഒഴുക്ക്, ആ ഒരു ഒഴുക്ക് കുറച്ചുകൂടി ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും പരമാവധി ഇപ്പോൾ ഉള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. വലിയ രീതിയിൽ പ്രോഫിറ്റ് ഒന്നും ഇല്ലാത്തവരെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നവർക്ക് പ്രത്യേകിച്ച് വലിയ രീതിയിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, അതേ രീതിയിൽ തന്നെ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 8 ഓഫ് ഫോൺസ് എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എങ്ങനെയാണോ അതിന് ഓപ്പോസിറ്റായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നിങ്ങളത് വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യുന്നു, ദേഷ്യപ്പെടാത്ത രീതിയിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ജീവിതത്തിൽ ഒത്തിരി സംതൃപ്തി തരുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും നിങ്ങൾ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രണയം ഒരു തരത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വിവാഹബന്ധമൊക്കെ വേർപെടുത്തി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ മരിച്ചു പോയിട്ടുള്ളവരോ അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ചൊരു പുനർവിവാഹത്തിനുള്ളൊരു അവസരവും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ,
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റ് ചെയ്യുക, ശ്രമിക്കുക. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ നല്ല സമയം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.